സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏത് മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സ്വീകരിക്കുന്ന രൂപത്തിൽ അഥവാ ബ്ലാങ്ക് സീഡി പോലെ ഒരു തപ്പുന്നില്ലാത്ത രൂപത്തിൽ പടച്ചറപ്പ് എല്ലാ മാർക്കും ഒരേപോലത്തെ മക്കൾ അല്ലാഹു തന്നറാ. അല്ലാഹു ഒരാൾക്കും കള്ളു കുടിക്കുന്ന മക്കളെ തന്നിട്ടില്ല, ഗാഞ്ചത്തെ മക്കളെ പടച്ചറപ്പ് തന്നിട്ടില്ല, കള്ളത്തനാക്കട കള്ള മക്കളെ പടച്ചറപ്പ് ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതേപോലെ അന്യായ അക്രമാക്കളെ പെടക്ക മക്കളെ ആർക്കും അല്ലാഹു തന്നിട്ടില്ല. നീ പേരിക്കണ്ട, ഞങ്ങളെ മക്ക നല്ല നിന്റെ മക്ക പെടക്കായ പേരിക്കണ്ടളാ. അല്ലാഹു അങ്കും നിങ്കും തന്നെ മക്ക ഒരേപോലത്തെ മക്കളെ പടച്ചറപ്പ് തന്നത്, ഒരേപോലത്തെ കണ്ണും കയ്യും കാലും ചിന്തയും ചിന്തനാശക്തിയും പടച്ചറപ്പ് ഒരേപോലത്തെ പടച്ചറപ്പ് തന്നത് മാത്രമാ ഉമ്മയും ബാപ്പയുമായിട്ട് കിടന്നത് യഹൂദിയാക്കണത്, നസ്രാണിയാക്കണത്, മജൂസിയാക്കണത്, കള്ളാവുക കാരണം ഉമ്മ ബാപ്പായിട്ടിക്കട്, ഗാഞ്ചത്തവണാവുക കാരണം ഉമ്മ ബാപ്പായിട്ടിക്കട്, റൗഡിയാവുക കാരണം ഉമ്മ ബാപ്പായിട്ടിക്കട്, നിസ്കരിക്കാണ്ടിക്കുക കാരണം റബ്ബുടെ മട്ടത്തിൽ ഉമ്മ ബാപ്പ ചൊല്ലണാവള്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, ദീർഘമായ ഹദീസായിട്ട് ഹദീസിൽ ചൊല്ലണത് ഓരോരുത്തർക്കും ഓരോരോ ജവാബ്ദാരിയുണ്ട്. അതത് ജവാബ്ദാരുടെ സംബന്ധിച്ച് റബ്ബുടെ മുട്ട ഉത്തര ചെന്നിട്ടേ തീരൂ. അല്ലാഹു നിക്ക് തന്നെ മക്കാണ് മക്ക പെണ്ണ് മക്ക അങ്ങനെ വിഷയത്തിൽ അല്ലാഹുടെ മുട്ട നീ ഉത്തര ചൊല്ലണുള്ള. അല്ലാഹു നിൽക്കുന്ന കാലി മക്കളെ ഏത് നല്ലതും സ്വീകരിക്കണ പോലോത്തെ ഒരു തപ്പുന്നില്ലാത്ത ഒരു കറുത്ത ഡോട്ട്സ് ഹൃദയത്തിലില്ലാത്ത സംശുദ്ധമായ സമ്പൂർണമായ ശുദ്ധിയുള്ള മക്കളെ പടച്ചറപ്പ് നിൽക്കുന്ന ആ മക്ക നിസ്കരിച്ചിട്ടില്ല എന്തേണ്ട് കേൾക്കണോ, ഇത് നിന്റെ വെട്ടികായിട്ട് മക്കളെ വെട്ടികല്ല. നീ എന്തെല്ലാ ഖുർആനോത്ത് ഓതില്ലാണ്ട് കേൾക്കണോ, ഇത് മക്കളല്ല മക്കളെ ഉമ്മ ബാപ്പടലും. നീ എന്തുകളാ നീ റൗഡിയായിട്ട് കേൾക്കണോ, ഇത് മക്കളല്ല ഫസ്റ്റ് കേൾക്കണോ, ഇത് ഉമ്മ ബാപ്പടൽ. ഉമ്മ ബാപ്പ ആയിട്ട് നേരായ തെരുക്കുകൊമ്പോണ്ടതും ഉമ്മ ബാപ്പായിട്ട് തപ്പ് തെരുക്കുകൊമ്പോണ്ടതും ഇന്നൊന്നു കേൾക്കണതിന്റെ പിരിസത്തെ സഹോദരങ്ങളെ, ചങ്ങായിമാരെ, ഉമ്മ ബാപ്പന്മാരെ, നിന്റെ മക്കൾക്ക് നീ കൊടുക്കുന്ന മെസ്സേജ് എന്തിനുണ്ടെന്ന് ചൊല്ലവാ. നിന്റെ മക്കൾക്ക് നീ ദൈനംദിന കൊടുത്തോട്ടുള്ള നല്ല മെസ്സേജ് എന്തിനേട്ട്, നല്ല സന്ദേശം എന്തിനേട്ട് ചൊല്ലവാ. ഇന്ന് നോക്കിയുള്ളവരോ 1.5 തിങ്കളായിട്ട് റജ കിട്ടിയിട്ട് 2 തിങ്ങൾക്ക് മുട്ടായിട്ട് ഇന്നും ചില പ്രജയാറാവുക സാധ്യത ഉണ്ട്. ഏതായാലും ഈ റജയുടെ ടൈമുള്ള നിന്റെ മക്കൾക്ക് നീ പഠിപ്പാട്യ നല്ലതേത് ഉണ്ടെന്ന് ചെല്ലവള. നിന്റെ മക്കൾക്ക് നീ പഠിപ്പാട്യ നല്ലതേത് ഉണ്ടെന്ന് ചെല്ലവള. അകസ്മാത് നീ നാളെ മരിച്ചെങ്ക നെക്സ്റ്റ് ഒരു തിങ്കൾ റജ കിട്ടുന്ന സന്ദർഭത്തിൽ നിന്റെ മക്ക നിന്റെ പാപ്പാക്കിയ സ്വത്ത് നാണാക്കിട ചന്ദ്ര ഭർത്തായെങ്കിൽ നിന്റെ മക്ക നിങ്ങൾ നിന്നിട്ട് എന്ത്ര നല്ലത് കണ്ടിട്ടുണ്ടെന്ന് ചൊല്ലവള. ഇന്നത്തെ മക്ക നീണമോത് മരിച്ചെങ്ക ഇന്നത്തെ പുതിയ ജനറേഷൻ എങ്ങനെയുണ്ട് തെരിയണ. മുന്നത്തെ ജനറേഷനും 30 ജനറേഷനുകളുള്ള വ്യത്യാസം. മുന്നത്തതുമായി തെച്ചിരിക്കടെ ഹിരിയാളും മാറ്. നിങ്ങളെ ബാപ്പ മുന്നോള് മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ച ബാപ്പ, ആ ബാപ്പ മരിച്ചാൽ പിന്നെ എല്ലാ വർഷത്തിലും മൂത്തിലും മൗലിദാക്കിക്കൊണ്ടിക്കടറി. എന്തുകൊണ്ടിട്ട് നിന്റെ ബാപ്പാക്കി കൊണ്ടിന്ന മൗലിദ് ഉസ്താദ് ബാപ്പയുടെ കാലത്ത് അച്ഛയുടെ കാലത്തെ ആ മൗലിദിട്ട് ആ മൗലിദ് നിന്റെ ഊത്തുനാക്കിയ നിന്റെ ബാപ്പ പള്ളിക്ക് ബേഗ പോയിട്ടുണ്ട്. അങ്ങനെ നാണും പള്ളിക്ക് എന്ത് ബേഗ് പോകും തുടങ്ങിയിട്ടുള്ളത്. നിന്റെ പാപ്പ ഒരു വെള്ളിയാസിൻ സൂറത്തുൽ കഹ്ഫ് ഓതാത്ത യാസീനോതാത്ത നാളില്ല പള്ളിയിൽ വെള്ളിയാസുണ്ട്. അതുകൊണ്ട് നാണ് ഓതിക്കൊണ്ടുള്ള. അതേപോലെ നിന്റെ ബാപ്പ സീക്കടങ്ക് സഹകാറാക്കിക്കൊണ്ടിരുന്ന രോഗിമാരെ സന്ദർശനാക്കിക്കൊണ്ടിരുന്നത്. നിന്റെ കുടുംബത്തിന് ഉഷാറില്ലാത്ത നിന്റെ ബാപ്പ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നീ നിന്നാത്തൊരുക്ക് പോയ. അതേപോലെ എന്തെങ്കിലും പള്ളിയിൽ നല്ലൊരു കാര്യക്രമം നടക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ 1ാമത്തെ സ്ഥാനത്തിലെ ബാപ്പ എന്ത്, പള്ളിയുടെ പ്രസിഡന്റ് ആയിട്ടാ, സെക്രട്ടറി ആയിട്ടാ, ആദ്യമായിട്ടാ ബാപ്പയന്ത് മോണും അതിരെ പിറകില് പോയ. അങ്ങനെ എന്തെല്ലാം നല്ലതുണ്ടാ എല്ലാ നല്ലത്തെയും നല്ലയുടെ പിറകിലും മോണ് പോയ ബാപ്പണ്ടാക്കിയോണ്ടിട്ട് ചെല്ലാന്നപ്പോളോ ഇന്ന് പുതിയ ജനറേഷൻ ആറുണ്ട്. നീണമോത്ത് മരിച്ചെങ്ക നിന്റെ മക്ക നാളെ
നാളെ ചൊല്ലോട്ടിക്കിടത് പടച്ചവന് സ്കൂൾ കുറച്ച് കിട്ടിയത് കഴിഞ്ഞ വർഷം ബാപ്പ ഇന്ന് സ്കൂൾ കുറച്ച് കിട്ടിയ സന്ദർഭത്തില് ഞങ്ങളെ ബാപ്പ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയോട്ടിന്ന് ഞങ്ങളും പോയില്ല, ഞങ്ങളെ ബാപ്പ ബീച്ചിൽ വിളിച്ചും പോയിട്ടിന്ന് ഞങ്ങളും പോയില്ല, ഞങ്ങളെ ബാപ്പ പാർക്കിൽ പോയോട്ടിന്ന് ഞങ്ങളും പോയില്ല, ഞങ്ങളെ ബാപ്പ ഇന്ന് സൂനോക്ക് പോയോട്ടിന്ന് അവിടേക്ക് പോയില്ല. ഈ ദുനിയാവുള്ള ഏതെല്ലാം ബെടക്ക് ജാഗേത്ത ഉടകെല്ലാം നിന്റെ മക്ക പരമ്പരാഗത രൂപത്തില് നീ കാട്ടിത്തന്ന തിരുള് സഞ്ചരിക്കുവാറുണ്ടല്ലാണ്ട് മനുഷ്യര് കഴിഞ്ഞ ഈ 1.5 തിങ്കൾ രജ കിട്ടിയപ്പോ ദക്ഷിണ കന്നഡ ജില്ലല കർണാടക സ്റ്റേറ്റില ചുറ്റുഭാഗത്തില രാജ്യത്തില നീന് കാണാത്ത ചിലപ്പോ പാർക്കിക്കല പോവാത്ത ബീച്ചിക്കല പോവാത്ത ഇതേപോലെ അമ്യൂസ്മെന്റ് പാർക്കിക്കല പോവാത്ത സൂയിക്കല അങ്ങനെ പോവാത്ത റെസോർട്ടിക്കല എൻജോയ് ആക്കുക എവിടെല്ല തീരട അവിടെകല്ല പോയിട്ട് തിരനെയാണ് കാശ് ചെലവാക്കുക എവിടെകല്ല അവിടെകല്ല പോയിട്ട് തിരനെയാണ് അപ്പിത്തപ്പിട്ടും നിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് നിന്റെ ബാപ്പ കിടന്നിട്ടുള്ള ഖബർസ്ഥാനത്ത് പോയിട്ട് മോണേ ഈ ഖബറ് നിന്റെ ബാപ്പട നിൽക്കുന്ന ഇണ്ട് നാണ് ബാപ്പായതുപോലെ നക്കും ഇവര് ബാപ്പ ഇന്ന് ആ ബാപ്പ കടന്നിട്ടുള്ള ഖബറേത് നിന്റെ നാണിന്റെ പിറസഭയെ കിടന്നപോലെ നിന്റെ ഈ ബാപ്പ പിറസഭയിച്ചോണ്ടിണ്ട് നിക്ക് വേണ്ടിട്ട് നാണ് കഷ്ടപ്പെട്ടതുപോലെ ഈ ബാപ്പ നക്ക് കഷ്ടപ്പെടോണ്ടിന്ന് നക്ക് വേണായിട്ട് ഇത് നിന്റെ ഉമ്മയുടെ ഖബറ് ഇണ്ട് നിന്റെ ഉമ്മ നിൽക്കുന്നത് പോലെ നക്കുമ്മായിട്ടുണ്ടാ പെണ്ണിങ്ങ നീ ചിലപ്പോ മുഖ കണ്ടിട്ടിക്കല റബ്ബ് നീ നിന്റെ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചതുപോലെ നാണ മുലപ്പാട് കൊടുത്തത് ബലന പെണ്ണുങ്ങാല് നീ നിന്റെ ഉമ്മയുടെ മടിൽ കിടക്കുന്നത് പോലെ ആ മടിൽ നാളെ കിടന്നോണ്ടിന്റെ പെണ്ണുങ്ങ ഇതാ ഉമ്മയായിട്ട് കിടത് നിന്റെ കുനിക്ക് വേണ്ടിട്ട് നിന്റെ ഉമ്മയുണ്ട് എന്തെല്ലാം കഷ്ടപ്പെണ്ട എങ്ങനത്തെല്ലാം ഡ്രസ്സെല്ലാം കളിക്കിട്ട് കുളിപ്പാട്ടിട്ട് തിന്നുക ചോറും കറിയാക്കി തണ്ട അതേപോലെ പിറസവേജ് നക്കുമൊരു ഉമ്മയും ഉമ്മയുടെ ഖബറായിട്ട് കിട നിന്റെ ഉമ്മയുടെയും നിന്റെ ബാപ്പടിയും നിന്റെ കുടുംബത്തങ്ങളെയും ഖബറൊന്ന് പരിചയാക്കി കൊടുത്തിട്ട് അവിടുന്ന് ഫാത്തിഹ ഓതിയിട്ട് അവിടുന്ന് പറഞ്ഞതുണ്ട മോനെ നിന്റെ ഫാമിലിയുടെ വിളിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ജന്മത്തെന്ന ഉമ്മയുടെയും ബാപ്പടയും ഖബറൊന്ന് സിയാറത്താക്കിയതുണ്ട നിന്റെ ഉമ്മ ബാപ്പയുടെ ഖബറ് നിന്റെ മക്കൾക്ക് നീ കാട്ടിയതുണ്ട മരിച്ചൽ പിന്നെ എങ്ങനെയാ നിന്റെ മക്ക നിന്റെ ഖബറുടെ മുട്ട പറു മരിച്ചൽ പിന്നെ നിന്റെ മക്ക എങ്ങനെ ഖബറുടെ മുട്ട പറു നീ തിരുകാട്ടി കൊടുത്തുരേനേള് അതേപോലെ പള്ളിയിൽ നല്ല നല്ല കാര്യക്രമം നടക്കുമ്പോഴത്തതോ വാത് കാര്യക്രമം നടക്കുമ്പോഴത്തതോ മജ്‌ലിസ് നോറ് നടക്കുമ്പോഴത്തതോ വേറെന്തെങ്കിലും നല്ല നല്ല കാര്യക്രമ പള്ളി നടക്കുന്ന സന്ദർഭത്തില് പണ്ട് നിന്റെ പാപ്പ പോയോണ്ടിന്നത് പോലെ നീണ്ടു പോയോണ്ടുള്ള അതേപോലെ മനുഷ്യ നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ടു പോയോണ്ടുള്ള ഒന്നുത്തര ചെല്ലവാനിക്ക് ബാമോനെ പള്ളിക്ക് പോയേ ബാമോനെ മൗലിദ സദസ്സിലേക്ക ഞങ്ങളെ പാപ്പ മുന്നിൽ പോയോണ്ടിന്തല നിന്റെ ബാപ്പടത് കൊടുത്തോണ്ടിന്തല നിന്റെ ബാപ്പതിരെ സേവയാക്കിയോണ്ടിന്തല ചെന്നിട്ട് നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന ക്രമമുണ്ടാ നിന്റെ ബാപ്പ പണ്ടത്തെ കാലിയായിട്ട് കിടറ് ഇതിന്റെ കുഞ്ഞപടിയടിച്ച് HIV ചുള്ള രോഗബാധിതരായിട്ടുണ്ട് കിടന്നോണ്ടുള്ള ആശ്രമത്തിലുള്ളത് മരണത്തെ മാത്രമെന്നുള്ള നോക്കിയാണ് ഞങ്ങളെ ഉമ്മമാ ബാപ്പമായി എടുത്ത് രോഗിമാറായ കാലത്തിൽ മരിച്ചിട്ടാ ചത്തിട്ടാ തിന്നിട്ടേക്ക് ഞങ്ങളെ ബാക്കിയുള്ള മക്കൾ ഞങ്ങൾ എന്തെങ്കിലും മരിക്കേണ്ടെന്ന് തരികയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗാചെന്ന സമയത്ത് ആ മക്കൾക്ക് തരികയാണ് അങ്ങനത്തെ ഒന്ന് ആശ്രമത്തിൽ പോയിട്ട് ക്യാൻസർ വാർഡിലേക്ക് പോയിട്ട് നിങ്ങളൊക്കെയുള്ള മൈക്കാത്ത മുന്നിലുള്ള ചെന്നിട്ടേക്ക് നിങ്ങൾ കേട്ടിട്ടേക്ക് മൈക്കാത്ത് നല്ല ഹോസ്പിറ്റൽ ആവട്ടെ കുങ്കനാട് ഫാദർമുള്ള ഹോസ്പിറ്റൽ ആവട്ടെ KMC ഹോസ്പിറ്റൽ ആവട്ടെ ഇതുപോലത്തെ ചെന്ന ഹോസ്പിറ്റൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് ക്യാൻസർ വിഭാഗം എന്നിട്ട് ഒന്ന് പോയി നോക്കണോ ലൈഫ് സൂപ്പർ മാർക്കറ്റിൽ കണ്ടതല്ല ലൈഫ് ബീച്ചിൽ കണ്ടതല്ല ലൈഫ് ചെല്ലത് അതേപോലെ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടതല്ല ലൈഫ് ചെല്ലത് അമ്യൂസ്മെന്റ് പാർക്കിൽ കണ്ടതല്ല ലൈഫ് ചെല്ലത് കാണണ ഹോസ്പിറ്റലുടെ അതേപോലെ ഹോസ്പിറ്റൽ വെച്ചിട്ട് മാനസ രോഗിമാരായ വാർഡ് അതേപോലെ ക്യാൻസർ രോഗിമാരെ വാർഡ് ഒന്ന് പോയി നോക്കണം കൈയില്ലാത്തങ്ങുള്ളറ് കാളില്ലാത്തങ്ങുള്ളറ് കണ്ണില്ലാത്തങ്ങുള്ളറ് പല ഭാഗവും മുറിച്ചെടുത്തിട്ട് ചീഞ്ഞ് നാറിട്ട് മരണത്തെ മുഖ കണ്ടിട്ട് കിടന്നോട്ടുള്ളറ് അല്ലാഹുവേ ഉമ്മയില്ലാത്തങ്ങല്ല ബാപ്പയില്ലാത്തങ്ങല്ല പെഞ്ഞയില്ലാത്തങ്ങല്ല മക്കയില്ലാത്തങ്ങല്ല മാപ്പിളയില്ലാത്തങ്ങല്ല അകയില്ലാത്തങ്ങല്ല കാസില്ലാത്തങ്ങല്ല ബദലുക അങ്ങളെ ഔത്തുക കുമ്പിടി എന്താ കെട്ടു തമ്പുരാന് ഹോസ്പിറ്റലിൽ കിടക്കാണ്ട് വേറെ തെരുവില്ലറന്ന് ആ രൂപത്തിൽ രോഗിയായിട്ട് ചീഞ്ഞു നാറിയോണ്ട് ഇന്നിട്ടും മാസ് കൊടുത്തിട്ടും മറന്നാക്കുന്നു ഫലിക്കാണ്ട് രോഗിമാരുണ്ട് ആയിരക്കണക്കിന് ഒരു 100-200 മനുഷ്യരെ ആയിരക്കണക്കിന് ആളുമാർ ഇത്രമോ നിറഞ്ഞോണ്ടുള്ളവർ മരണത്തെ മുഖം കണ്ടിട്ട് നിറഞ്ഞോണ്ടുള്ളവർ ഒന്ന് ആ വാർഡ് ഒന്ന് നിന്റെ മക്കളെയും പെഞ്ഞിഴയും വിളിച്ചും പോകാം മനുഷ്യരെ മക്കളെ
നിങ്ങളെ പോലത്തെ ആളും മാറിയും ഇത് ഏതോ മക്കളെ ബാപ്പായിട്ട് കിട, ഏതോ മക്കളെ ഉമ്മായിട്ട് കിട, ഏതോ ബാപ്പടെ അതേപോലെ മക്കായിട്ട് കിട, അല്ലെങ്കിൽ കുടുംബത്തങ്ങ് നിരക്കരടങ്ങായിട്ട് കിട. അള്ളാഹു അങ്ങനെ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് അള്ളാഹു തന്നില്ലല്ലേ, അൽഹംദുലില്ലാഹ്. പടച്ചറപ്പ് അങ്ങനത്തെ രോഗത്തെ ഞങ്ങളെ സലാമത്താക്കു അല്ലാഹ്. അങ്ങനെ ചെന്നിട്ട് ആ രോഗിമാർക്ക് എന്തെങ്കിലും കാസെങ്ക് കാസ്, ഫ്രൂട്ടെങ്ക് ഫ്രൂട്ടോ, മരുന്നുകെങ്ക് മരുന്നുക, അല്ലെങ്കിൽ ഒരു ബ്രെഡെങ്കും പോയിട്ട് നിന്റെ മക്കൊന്ന് കാട്ടുക. എന്തേ തീരളാ, എന്റെ തീര നിന്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുക. രോഗിമാരെ സന്ദർശനാക്കട മെസ്സേജ് നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ക്രമമുണ്ട. പട്ടിണി വയ്ക്കുന്ന ആളുമാർക്ക് നിങ്ങൾ സഹകാരാക്കുന്ന മെസ്സേജ് നിന്റെ മക്കൾ കൊടുക്കുന്നുണ്ട്. നീ നോക്കൂ, കണ്ണാടി കണ്ണാടി കട്ട പള്ളി ഡബ്ബി ഉണ്ട്, വെള്ളിയാസമുണ്ട്, ഡബ്ബി ഡബ്ബി അവിടെ എല്ലാ റായത്തും ഒരു ഡബ്ബിയുണ്ടല്ല. വെള്ളിയാഴ്ച ജുമാഅത്ത് സമയത്ത് നാട്ടിൽ ഒന്നാമത്തെ സപ്പിനോട് ഉരുട്ടു തുടങ്ങുന്നത് ലാസ്റ്റ് സപ്പത്തോളത്ത് സന്ദർശനാക്കിയോണ്ട് മനുഷ്യരായ നീനിട്ട് ഉറുപ്പത്തും ജണ്ടുറുപ്പത്തും കണ്ണാടിപ്പാട്ട് കട്ട പള്ളിയുടെ പരിസരത്തില് ബിൽഡിംഗ് കെട്ടും മാർക്കറ്റ് കെട്ടും കോംപ്ലക്സ് കെട്ടും വേണമായിട്ട് അല്ലളാ. അതിനെ പിറകുള്ളൊരു രഹസ്യമുണ്ടോ? നിന്റെ റായത്തിൽ എത്ര ലക്ഷകെട്ടിലെ തിങ്കൾ ആദായം ഇന്നെങ്കും ആ പള്ളിയുടെ ഡബ്ബി ഒന്നും ക്യാൻസൽ ആക്കില്ല, കമ്മിറ്റങ്ങ് ക്യാൻസൽ ആക്കില്ല. അത് വേണ്ട, 100 ബലി യന്ത്രാക്കുക കമ്മിറ്റങ്ങത് ക്യാൻസൽ ആക്കില്ല. ഇണ്ടും അത് നിന്റെ എതിരങ്ങനെ പാസ്സായോണ്ടുണ്ടോ? പാസ്സാവുന്ന സന്ദർഭത്തിൽ മൈതാനുകൾ നിന്ന് ഫുട്ബോൾ കളിച്ചതുപോലെ തട്ടിപ്പുട്ട പുറത്ത് അതൊക്കെ 10 പൈസ ഇട്ട ക്രമമില്ല. നീള പണ്ട് ഇട്ടോണ്ട് നിന്റെ ബാപ്പ ചില്ലറ ഇട്ടോണ്ടുണ്ട്, പണ്ടിട്ടോണ്ടിന്നത് നിന്നെ അച്ഛ ഇന്നും അത് കിട്ടോണ്ടുണ്ട്. ഇന്നെങ്കും ഇന്നില്ലെങ്കും അതൊക്കെ എന്തെങ്കിലും ഇടാണ്ട് അയാള് കാലുകടത്തില്ല. നിന്റെ മുട്ട എത്തിയപ്പോ നീ ഒരു തെറ്റിയ തട്ടുള്ള ഈ സപ്പട ആ സപ്പടൽ ആശുത്തോടെ പോയിട്ട് പാടുന്നത് ആ മുത്തിൽ അടിക്കടനെയാണ്. 10 പൈസ നീടില്ല. അത് എന്തുകൊണ്ട് കാസില്ലാണ്ടല്ല, അത് കുറെ 5 രൂപ ഇട്ടത് കൊണ്ട് നിന്റെ ഉത്തര പണയത്തേക്ക് ബേക്കട പരിസ്ഥിതി എന്തും പറല ബദലേക്ക് കൊടുത്തിട്ട് തെരിയല. നിക്ക് അതിന് മഹത്വം നിക്ക് തെരിയല. എന്തുകൾക്ക് കാസിട്ടേ ചെന്നിട്ടും നിക്ക് തെരിയല. മനുഷ്യരെ അതിന് പിറകുള്ളൊരു രഹസ്യമുണ്ട്, ഈ ഡബ്ബിയുടെ പിറകുള്ളൊരു രഹസ്യമുണ്ട്. പണ്ടത്തെ കാലത്ത് നിന്റെ അജ്ജര കാലത്തും ആ പള്ളിയിൽ അതേ ഡബ്ബി ഇങ്ങനെ പാസ്സായോണ്ടിണ്ട്. അതൊക്കെ കുറെ കാസ് വന്നോണ്ട് എന്തിനു കഴിയോടാ. പള്ളിക്ക് ആണിങ്ങ പോണ്ട സന്ദർഭത്തിൽ പെണ്ണിങ്ങതാ വയസ്സായ പെണ്ണിങ്ങ ചില്ലറ കാസ് കൊടുത്തു കടത്തു ആണിങ്ങളെ പള്ളിയുടെ ഡബ്ബി കിട്ടുപെടറോ. മരിച്ചങ്ങളെ പേരുന്നാണ് നീയത്താക്കിയത്. മക്കൾക്ക് ഉഷാറില്ലാത്ത സന്ദർഭത്തിൽ നീയത്താക്കിയത്. പ്രാണി മൃഗത്തുകൾക്ക് സാക്കു പ്രാണിക്ക് വേണമായിട്ട് ഉഷാറില്ലാത്തപ്പോ നീയത്താക്കിയത്. അതേപോലെ പുതിയ തെങ്ങിൽ ഫസൽ പണ്ട സന്ദർഭത്തിൽ നീയത്താക്കിയത്. കൃഷിക്ക് വിത്തിട്ട സന്ദർഭത്തിൽ നീയത്താക്കിയത്. കൈ കൊയ്ഞ്ഞ സന്ദർഭത്തിൽ നീയത്താക്കിയത്. അങ്ങനെ പെണ്ണിങ്ങ വിവിധ നീയത്താക്കി വെച്ച കാസ് എല്ലാ വാറത്തിലും പള്ളിക്ക് പോണ്ട ആണുങ്ങളെ കയ്യിൽ കൊടുത്തു വിട്ടോണ്ടിരുന്നൊരു കാളയുണ്ട്. മക്ക ബാപ്പാ ഇന്നാലിന്ന കാരണം നീയത്താക്കിയത് ബാപ്പാ ഒരു 2 രൂപ പള്ളി തപ്പിക്കിടറോ. ഒരു ഉറുപ്പല്ലെങ്കിൽ 8 നാണാണ് 25 പൈസ. ഇത് തപ്പിക്കിടറു ബാപ്പാ 10-100 വർഷത്തേക്ക് മുമ്പളെ തുടങ്ങി വെച്ചത്. അങ്ങനെ പിന്നെ പെണ്ണിങ്ങ ആണിങ്ങ പള്ളിക്ക് പോകുമ്പോ ചില്ലറ കാസ് കൊടുക്കണറ. അതിക്ക് പേരില്ലടാ, പ്രശസ്തി ഇല്ലടാ. നീയത്താക്കിയ കാസ് ചെന്നിട്ട് കുമ്പിട്ട് ആണിങ്ങ കുമ്പിട്ട് ഡബ്ബി കിട്ടോണ്ടിന്നറ. മോളെ ഇണ്ട് 10 രൂപയെങ്കും നിങ്ങളൗത്തില് നിന്റെ ഉമ്മയുടെ കയ്യിൽ നിന്നിട്ടാ, നിന്റെ പെഞ്ഞയുടെ കയ്യിൽ നിന്നിട്ടാ, നിന്റെ പിറസത്തെ മക്കളെ കയ്യിൽ നിന്നിട്ടാ, മറുമക്കളെ കയ്യിൽ നിന്നിട്ട മറുമക്ക നീയത്താക്കിക്കൊണ്ടിന്നറ. നിന്റെ ബാപ്പ നിന്റെ ബാൽപാട്ടിട്ട് കടത്തിലൂടക, നിന്റെ ഉമ്മ ബാൽപാട്ട് കടത്തിലൂടക. ഞങ്ങളെ ആരോഗ്യത്തിൽ വേണത് നീയത്താക്കിക്കൊണ്ടിന്നറ പണ്ട്. അങ്ങ് മരിച്ചിട്ടിന്നെങ്കും ഞങ്ങൾക്ക് വേണത് നീയത്താക്കിക്കൊണ്ടിന്നറ പണ്ട്. ആ ഡബ്ബിക്ക് കാസ് അങ്ങനെ വന്നു പോയോണ്ടിന്റെ മനുഷ്യരെ ഇണ്ട്. നിന്റെ മറുമോളെ കയ്യിൽ ഒരു 10 രൂപയെങ്കും കുമ്മന്ത്രി കിട്ടതുണ്ട തിരിയലടാ. അങ്കദ്ര മഹത്വ തിരിയലടാ. എന്തുകൊണ്ട് നീ എന്ത് നിന്റെ മക്കൾക്ക് പഠിപ്പാട്ടില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് നിന്റെ മക്കൾക്ക് നീ ചൊന്നു കൊടുത്തില്ല. വാളുക പണ്ട സന്ദർഭത്തിൽ തങ്ങന്മാരെ മുഷാഫാത്താക്കിടറ്. പള്ളിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കലക്ഷൻ എന്തെങ്കിലും നിങ്ങൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കിടറ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിൽ പള്ളിക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കിടറ്. നീ അങ്ങനെ കൊടുത്തത് ബാക്കിമുണ്ടാണ്ട് തെച്ചിന് നീ തെച്ചല്ലാണ്ട് നിന്റെ മക്കൾക്ക് അതിലെന്തിന് നീ പഠിപ്പാട്ടിയ. അങ്ങനല്ല മനുഷ്യരെ. വാളുക പണ്ട സന്ദർഭത്തിൽ മക്കളെ കയ്യിൽ ഒരു 10 രൂപയെങ്കിലും കൊടുത്തു വിടണം. നാളു മക്കളെ കയ്യിലും ഒരു 5-10 രൂപ കൊടുത്തു വിടണം. പള്ളിക്ക് പോണ്ട സന്ദർഭം എന്തെങ്കിലും നല്ല കാര്യക്കരം നടക്കുമ്പോൾ മക്കളെ കയ്യിലും കാസ് കൊടുക്കണം. മക്ക ബാപ്പ കൊടുക്കുമ്പോഴത്തേക്കും മക്കളും അങ്ങ് ഹദിയ കൊടുക്കണാദത്ത്. മക്കും
ഹദിയ കൊടുക്കൂടാതെ നീ മരിച്ചപ്പോ നിന്റെ മക്ക പേരിക്കണത് അല്ലാ. പണ്ട് ബാപ്പ കൊടുത്തോണ്ടിന്നത്, പള്ളിക്ക് കൊടുത്തോണ്ടിന്നത്, വാല് കൊടുത്തോണ്ടിന്നത്, വാർഷികത്തിന് കൊടുത്തോണ്ടിന്നത്, ഞങ്ങളെ കയ്യിൽ കൊടുപ്പാട്ടിയോണ്ടിന്നത്. ആ നല്ല മെസ്സേജിനെ മരിച്ചൽ പിന്നെ മക്കളെ കൽബുൾക്കത്തിലുണ്ടാവും. മക്ക പാരമ്പര്യം നിലനിർത്താറ്, മക്കതുവേ ആ രൂപത്തിൽ നിങ്ങൾക്ക് ദ്വാരക്കിടറ്. ഞാൻ ചെന്നല്ലേ പണ്ട് ജുമാനസ്കാരം കഴിഞ്ഞാൽ പിന്നെ സകലാളും മാറും. രണ്ടാമത്തെ ദ്വാ തീർത്തോളം പള്ളിയിൽ നിന്നാറ്. എന്തുകൊണ്ട് ഞങ്ങളെ ബാപ്പക്ക് ദ്വാരക്കിട ദ്വാഴത്, ആ ഉമ്മക്ക് ദ്വാരക്കിട ദ്വാഴത്, അത് കാമീൻ ചൊല്ലു കാത്തു നിന്നുകൊണ്ടുള്ള മനുഷ്യ ഇണ്ട് നീന് ഓടുക തുടങ്ങിയാൽ പിന്നെ നിന്റെ മക്കളും ഓടുന്നതിന് പിറകില് പോയല്ലാണ്ട് നീ മരിച്ചൽ പിന്നെ എനിക്ക് ദ്വാരക്കുക ആളിക്കുറ അല്ലേ. എനിക്ക് ധൈര്യമുണ്ട് ചൊല്ലു. ನಾನು ಮರಿಸಲ್ವೇನು ನನ್ನ ಮಕ್ಕ ಪಳ್ಳಿಯಲ್ಲಿ ಉಸ್ತಾದುವಾರ್ಗು ತಾಮೀನ್ ಸೊಲ್ಲು ಎಂಗತ್ತ ಜಾಗೆ ಅಲ್ಲೇ ಪಳ್ಳಿ ಅಲ್ಲಾಹುಡ ಸ್ವರ್ಗ ಇಟ್ಟಿಗಡೆ ಭೂಮಿയുടെ ಸ್ವರ್ಗ ಇಟ್ಟಿಗಡೆ പള്ളി അവിടെ ദ്വാരകളെ പിന്നെ ദ്വാരകളെ ഏതോ കളി ആട്ട കഴിഞ്ഞാൽ പിന്നെ ദ്വാരകളല്ല. റബ്ബുക്ക് സുജൂദ് ഇട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം തൗബല്ല ആക്കിയിട്ട് ഫാത്തിഹ ഖുർആൻ ഇതെല്ലാം ഓതിരു ദ്വാരകളെ ദുആ അതൊക്കെ ആമീൻ ചൊല്ലുക നിന്റെ മോനില്ല. ആമീൻ ചൊല്ലുക മോണില്ല ഉണ്ട്. ഉസ്താദ് ബാപ്പ മരിച്ചു ദ്വാരക്കുക നാളെ മുത്താലി മക്കളെ വേണം ഉസ്താദ് എവിടെ കിട്ടും. റായത്തെ മുഅല്ലിം ഉസ്താദ് റായത്തെ ഖതീബ് മുഅദ്ദിൻ മുഅല്ലിം സദർ ഉസ്താദുള്ള റകളെ വിളിച്ചത് ബാപ്പ മരിച്ച ദ്വാരക്കും നമുക്ക് പറകാലോ നമുക്ക് മദ്രസ ചെന്നെങ്കിൽ പിന്നത്തെ നെക്സ്റ്റ് മീറ്റിംഗിൽ ഇതേ കാലട്ട റായത്തെ ഞങ്ങൾ റബ്ബ മരിച്ച ദ്വാരക്കോ വന്നിട്ടുള്ള ഉസ്താദ് ഡയളാവില്ല അയാൾ വിടുന്നു. ഇതപ്പോ റായത്തെ ഖതീബ് മുക്രി മുഅല്ലിം അങ്ങനെയുള്ള നിന്റെ അപ്പം മരിച്ച ദ്വാരക്കോ നേർച്ച ആക്കിയിട്ട് പഠിച്ചതെന്തല്ല അങ്ങളെ അപ്പവും പഠിക്കൊക്കെ കിടത്തിട്ട് ആരെങ്കിലും റായത്തിന് മരിച്ചെങ്കിൽ പോയിട്ട് ഓതർ പഠിക്കുക കടിച്ചതുമല്ല.